വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞങ്ങൾ പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. പേര് ലോക്കി ക്രാഫ്റ്റ്. നിങ്ങളിൽ പലവരും കേട്ട് കാണും. മൈൻക്രാഫ്റ്റ് മേടിക്കാൻ എൻ്റെ പോലെ പൈസ ഇല്ലാത്തവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഇത്. ലോക്കി ക്രാഫ്റ്റ് 3 or 4 എന്തോ ആണ്, ഏതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും കളിക്കാം. ഞാൻ പണ്ടും കളിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ വേൾഡിലൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ചാടുന്ന വേൾഡ് തുടങ്ങാം. ഓക്കെ, പേര് നമുക്ക് JJ വേൾഡ് ഇടാം. കാരണം എൻ്റെ പേരിന് ഷോർട്ട് ഫോമാണ് JJ. പിന്നെ ഈ ലിയോൺ JJ എന്ന് പറയുന്നത് ഒറിജിനൽ പേരല്ല. കാരണം ലിയോൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട പേരാണ്. അപ്പം ജെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഷോർട്ട് ഫോം. ജേക്കബ് ഊഹിക്കുക എൻ്റെ പപ്പേൻ്റെ പേരാണ്. ഓക്കെ, ഓക്കെ. സ്മൂത്ത്, സർവൈവൽ, ഡിഫിക്കൽട്ടി, നോർമൽ, ഹാർഡ് വയ്ക്കണോ? ഓ വേണ്ട. സ്റ്റാർട്ടിങ് മാപ്പും ബോണസ് ടെസ്റ്റ് ഇരുന്നോട്ടെ, ഒരു രസമായിരിക്കും. സീഡൊന്നും വേണ്ട. ഇത് 8 ചങ്ക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ഫയർ വെച്ചേക്കാം. ഏതാ എന്തുവാ എനിക്ക് അറിയത്തില്ല. നോക്കാം. ഓക്കെ, ക്രിയേറ്റ്. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ എൻ്റർ ആവാൻ തോന്നുന്നു വേൾഡിലോട്ട്. ഓക്കെ, ഓക്കെ, ലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ സ്റ്റാർട്ടിങ് മാപ്പും കിട്ടിയിട്ടുണ്ട്, ബോണസ് ചെസ്റ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഞാൻ അറിയാതെ മാപ്പ് ഉണ്ടാക്കിപ്പോയി. ഇപ്പം വേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ആക്സ്, വുഡൻ. ഓക്കെ, എല്ലാ സാധനവും എടുത്തേക്ക് ആവശ്യം വരും. പിന്നെ ഞാൻ എന്തുവാ കാണിക്കുന്നത്? കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഫുഡ് തൽക്കാലത്തേക്ക് ഇത് ഓക്കെയാണ്. ബ്രെഡും ഉണ്ട്. മഷ്റൂംസ് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. ഞങ്ങൾക്ക് ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് വയ്ക്കാം. സോറി. നമുക്ക് സാപ്പിങ്ങിൻ്റെ പകരം നമുക്ക് ബ്രെഡ് വയ്ക്കാം. ഇങ്ങനെയായിരുന്നു. ഞാൻ കുറേ നാളെ കളിച്ചിട്ട്, അതുകൊണ്ട് കുറേ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ അല്ലേ? സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. പ്ലാങ്ക് തൽക്കാലം മാറ്റി വെച്ചേക്കാം, ഒരു കൈ ഫ്രീ ആയിട്ടിരുന്നോട്ടെ. ഓക്കെ, ഇത് ഇവിടെ വയ്ക്കാൻ പറ്റും. മൈൻക്രാഫ്റ്റ് വെക്കുന്ന കുറച്ചുകൊണ്ട് ഇതും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. നമുക്ക് കൈ തന്നെ പിടിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ ഗായ്സ്, ഇപ്പം പെട്ടെന്ന് രാത്രിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ വേൾഡിൽ അടുത്തെങ്ങും ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീപ്പ് കിട്ടിയതിനെ ഓക്കെ, ഷീപ്പ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. നേരെ മോന്തക്കൊണ്ട് അടിച്ചു. ഓക്കെ,
പശുവുണ്ട് ഇവിടെ, പശുവിനെയും കൊന്നേക്കാം. നേരെ ക്രിട്ടിക്കലടിച്ചു. ആ മല കണ്ടോ ഗൈസ്, എന്നാ ഉയർന്ന മലയാണെന്ന്. ഓക്കെ, കേവാണെന്ന് ഓർത്ത് കൊതിച്ച് ഗൈസ്. ഇതാ പറഞ്ഞ ഞങ്ങൾ ഒന്നും പെട്ടെന്ന് കൊതിക്കല്ലെന്ന്. എന്തായാലും ഞാൻ ഇവിടെയൊന്നും വീട് പണിയുന്നില്ല. വെയിറ്റ് ഗൈസ്, ഇതെന്താണെന്ന് അറിയാമെങ്കിൽ കമൻസിലൊന്നും ഇടണം. കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പോ മടുത്തു. ഒരു വീടാണെന്ന് തോന്നുന്നു. ഇത് ആരുടെയാണ് എന്താണെന്ന് അറിയാമെങ്കിൽ കമൻസ് ഇടണം ഗൈസ്. ഇനി എന്തായാലും വേറെ വീട് പണിയേണ്ട ആവശ്യമില്ല. ഞാൻ ഏണി കയറാൻ വരെ മറന്നു പോയി തോന്നുന്നു. വെയിറ്റ്. എന്തിയേ? ഏണി മാത്രം കിട്ടി ഞങ്ങൾക്ക്. തൽക്കാലം ഞങ്ങൾക്ക് ഏണി ഇവിടെ വയ്ക്കാം. ഇവിടെ ആരുടെ വീടുണ്ട് ഗൈസ്. ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയ വീടായാൽ മതി, എനിക്കിവിടെ താമസിക്കാം. തൽക്കാലം ഈ ബെഡ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണൻസ്, ഇത്രയും എന്തെങ്കിലും കയ്യിലെടുത്ത് വെച്ചേക്കാം. എന്തായാലും വന്നതല്ലേ, ഫുഡും എടുത്തേക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതെടുത്ത് വെച്ചേക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുത്താൽ പോരെ. റൂഡ് കയ്യിരുന്നോട്ടെ. ഓക്കെ ഗൈസ്, എനിക്ക് ലാമ്പും കൂടെ എടുത്തേക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ ചെയിനും എടുത്തേക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഭാവിയിൽ ഉണ്ടാക്കുമ്പം അതിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും ഇത്. ഓക്കെ, സ്ഥലമില്ലെന്ന് മാത്രം പറയല്. തീർന്നു ഇതൊരു വീട്. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ ഓർക്കും പെട്ടെന്ന് ഇത് മാറിയെന്നല്ലേ. ആ വ്യൂ മാറി. ഞാൻ എനിക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യായിരുന്നു ആവശ്യത്തിന്, അതുകൊണ്ടാണ്, പേടിക്കണ്ട. ഓക്കെ, ഷീപ്പ്. എനിക്കൊരു വില്ലേജ് കിട്ടിയാണെങ്കിൽ സുഖമായനെ. നോക്കട്ടെ. എക്സ്പ്ലോർ ചെയ്താലേ ഈ മാപ്പിലും വരത്തുള്ളൂ തോന്നുന്നു. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണ്, ഈ സ്ഥലത്താണ്
വിച്ചുകൾ താമസിക്കുന്നത് സ്വാംപ് ഏരിയയിൽ, സ്വാംപ് ബയോമിലാണ് വിച്ച് താമസിക്കുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ വുഡൻ പ്ലാങ്കിന് പകരം വയ്ക്കാം. ഓക്കെ, രാത്രി ആകാറ് ഗൈസ്. ഇങ്ങനെ നിൽക്കിക്കൊണ്ടിരുന്ന ഞാൻ രാത്രി കളിച്ച ആകുമ്പോൾ ഉറങ്ങി പൊയ്ക്കോളും. ഓക്കെ, സെറ്റ്. ഓക്കെ ഗൈസ്, ഫൈനലി രാവിലെയായി. സോംബീസിനെ കാണുന്നില്ല. അത് നോർമൽ നിൽക്കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ നോർമൽ മൈൻക്രാഫ്റ്റിൽ ഹാർഡായിരിക്കും ചിലപ്പം. സോറി, ഇതിലെ ഹാർഡ് മൈൻക്രാഫ്റ്റിൽ ഈസി ആയിരിക്കും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയി. എനിക്ക് ഈ ബ്ലോക്ക് മാത്രം മതി. കോബിൾ സ്റ്റോൺ അല്ലേ എടുത്തേ? കോബിൾ സ്റ്റോൺ അല്ലേ എടുത്തത്? ഈ കോബിൾ സ്റ്റോൺ ആയിരുന്നു വേണ്ടത്. കോബിൾ സ്റ്റോൺ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. മാപ്പ് വെച്ച് നോക്കാം. ഇവിടെ അടുത്തെങ്ങും വേറെ കരയൊന്നും കാണുന്നില്ല മാപ്പിൽ. എനിക്ക് എപ്പോൾ വേൾഡ് കിട്ടിയാൽ ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ടോട്ടൽ ടർട്ടിൽ ഷെൽ കിട്ടുന്നത്. അത് വെച്ചല്ലേ ഞങ്ങൾ ആർമർ ഉണ്ടാക്കുന്ന എൻ്റെ ഓർമ്മ. ഞാൻ കുറേ നാളെ കളിച്ചിട്ട്, അതുകൊണ്ട് ടർട്ടിൽ മുങ്ങിപ്പോയി. സോറി, അതുകൊണ്ടല്ലേ ടർട്ടിൽ മുങ്ങിപ്പോയത്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞങ്ങൾക്ക് എന്തായാലും ഈ മലയിൽ കയറാം. വലിയൊരു മലയാണ്. എന്തായാലും സാൻഡിൻ്റെ കുറവറിയാൻ സാധ്യതയില്ല. ഇനി ഇവിടെ ജീവിക്കാൻ സാൻഡിൻ്റെ കുറവ് വരത്തില്ല. ഞാൻ ഔട്ടറിലോട്ടാ പോകുന്നതെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഓക്കെ ആയി. എന്തായാലും ഇനി സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് നേരെ ഓക്കെ അയനം കിട്ടിയ നീൽ ഗോളായിരുന്നു. കോൾ സോംബീസിലെ സൗണ്ട് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കോളിന് സ്റ്റാക്ക് തന്നെയുണ്ട്. അപ്പോൾ ലോക്കിക്കാരുടെ കോൾ ഇങ്ങനെയാണ്. ഞാൻ ലോക്കിക്കാരുടെ ആദ്യം എൻ്റെ കോൾ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. നല്ല സോംബീസിന് സൗണ്ട് വരുന്നുണ്ട്. പോകാൻ തീർന്നില്ലല്ലോ. 8 എണ്ണമായി. തൽക്കാലത്തേക്ക് ഇത്ര എണ്ണം മതി. ഇപ്പോൾ പോവാം.
അപ്പം ഞങ്ങൾക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഈ ലോക്കാർട്ട് കൊടുക്കാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹങ്കർ വരത്തില്ല. അത് നല്ല കാര്യമാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് അതുപോലെ മുന്നേ കണ്ടതുപോലെ തന്നെ മച്ച വരണം. പിന്നെ അത് അത് ഇതാണോ, വെല്ലാണോ? ലാവ പൂൾ. എനിക്ക് എന്തിനാ ഫർണൻസിന് ആവശ്യം തന്നെ, വേറെ ഫർണൻസ് എടുത്തു. ഓക്കേ സ്റ്റിക്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സോഡ ഉണ്ടാക്കാം. ആവശ്യമില്ല, എന്നാലും ഇരുന്നോട്ടെ. ആക്സ് ഉണ്ടായിരുന്നു പൊട്ടിക്കേണ്ടത്. ഞാൻ ഫർണൻസിൻ്റെ ഓർമ്മയിലാണ് ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഈ ഒരു സാധനം എങ്ങനെയാ കളയേണ്ടത്? ഇങ്ങനെ കളയാനുണ്ട്. ഞങ്ങൾക്ക് അടുത്തൊരു വീടുണ്ടാക്കേണ്ടി വരും. ഇത് അതുപോലത്തെ വീട് കുറേ എണ്ണം ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ. ഓക്കെ, നമുക്കൊന്ന് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഈ വഴി. ഇവിടെ അയൺ ക്രീപ്പർ. അയൺ. നമുക്ക് എന്തായാലും ഈ അയൺ വരെ പോവാം. നല്ല സ്റ്റാർട്ടിങ് തന്നെയാണ്. എന്തായാലും സ്റ്റാർട്ടിങ് എന്നല്ല, അങ്ങനെയല്ല, ഈ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് എത്ര നേരം ഇത് നല്ല സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇനി അവിടെ വരെ പോകണം. ഞങ്ങൾക്ക് പോവാം. എന്ത് ചെയ്യാൻ? ഭയങ്കര മേളായി. വഴി വന്ന കോളും കൂടി അങ്ങ്. ഇൻവെന്ററി ഫുള്ളാണ് ഗൈസ്. ഇതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ഇത്രയും ഫുഡൊന്നും വേണ്ട. ഓക്കേ, എന്തായാലും നല്ല സ്റ്റാർട്ടായി ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ ഒരു ഭണ്ഡാരം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇത്രയൊന്നുമല്ല, കിട്ടിയപ്പം കുറേ തന്നെ ഇതേ തന്നു. ശേ, കുറച്ചാഗ്
ഗായ്സ് എൻ്റെ ഒരു അയൺ പോലും കളക്റ്റായിട്ടില്ല ഇതുവരെ. ഇത് വിടുന്നോട്ടെ. ഓ ഗായ്സ്, ഞങ്ങളുടെ ഒരു അയൺ പോലും ഇതുവരെ കളക്റ്റായിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ. എവിടെയായിരുന്നു? ഓ ഇവിടെ. രാത്രിയാകാറായെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ബെഡ് വിരിക്കാനല്ല ബെഡ് വയ്ക്കാം. ഓക്കേ, ഇപ്പോൾ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. നല്ല നല്ല സീൻ അവിടെ നിന്ന് കിട്ടുന്നത്. സീനല്ല, സീനറി. ഇതിൻ്റെ വല്ലാതെ ശല്യമായി ഗൈസ്. ഇത്രയും ഫുഡ് എടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിപ്പം പറയുന്നത്. ഇനി ഞങ്ങൾക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ആവശ്യമുള്ള തന്നെ. എൻ്റെ വീടിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി കുറേ ആവശ്യമുണ്ട്. നോക്കട്ടെ എന്തായാലും. ഓക്കെ, 8 എണ്ണമായി. ഓക്കെ, ഞങ്ങൾക്കിനി മേളത്തെ കുറച്ചുകൂടി അയൺ അവിടെ ഉണ്ട്. അതുകൂടി ഇപ്പോൾ എടുത്തേക്കാം. ഓക്കെ, ഇവിടെയും കുറച്ചുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഓട്ടിക്കാം. നിൽക്കി ഗൈസ്. ഞാൻ അയൻ്റെ ലൊക്കേഷൻ ഒന്നൊന്ന് ഇത് എടുത്തോട്ടെ. അവിടെ വരെ പോകണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പം സ്റ്റോൺ നല്ലതായിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾക്ക് കയറി പോകാൻ നോക്കാം. ഗായ്സ്, ഞങ്ങൾ അയൺ വിട്ട് കളഞ്ഞ അങ്ങോട്ട്. ഞങ്ങൾ അങ്ങ് മേലോട്ട് പോവാ. അയൺ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ മേലോട്ട് പോകുന്നു. ഞങ്ങളല്ല, ഞാൻ. ഓക്കെ, ഇവിടെ കുറച്ചേ ഉള്ളൂ. തീർന്നു. അവിടെയും ഇത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരെണ്ണേ ഉള്ളൂ. അതിനെയും കുറേ കഷ്ടപ്പെടാൻ എനിക്ക് മനസ്സില്ല. കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ചേക്കാം. ഫർണസ് നമുക്ക് ഇവിടെ വയ്ക്കാം.
ഓക്കെ, ഇത് നമുക്ക് ഇവിടെ അയൺ സ്മെൽറ്റ് ആക്കാൻ വയ്ക്കാം. എന്തോ ഗൈസ് അവിടെ നിൽക്കുന്നത്, എനിക്കതിലൊന്ന് പോയി നോക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ, നമുക്കൊരു ഓക്കെ ഗൈസ് ഒരു ആക്സും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി ആർമറിലോട്ട് ഫോക്കസ് ചെയ്യാം. ബാക്കി ആർമർ ഇല്ല ഇതിന്, ബാക്കി ആർമർ ഉണ്ടാക്കാൻ മാത്രം ഇല്ല നമുക്ക്. നോക്കാം. ഈ സ്റ്റോൺ ടച്ച് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചു പോലില്ല, വെറുതെ ഉണ്ടാക്കി. ജസ്റ്റ് കൈ വെച്ചേക്ക് ഇച്ചിരി സാധനമൊക്കെ ഇതിനകത്ത് നമുക്ക് പൊട്ടിക്കാം. ഓ, ഞങ്ങൾക്ക് ആർമർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു 3 കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ആദ്യമേ ചെസ്റ്റ് പ്ലേറ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഓ, വയ്ക്കാൻ സ്ഥലമില്ല. ഞാൻ ആവശ്യമില്ലാത്ത ഇതുണ്ട് പകരം. എന്തുവരെ നമ്മൾ കളഞ്ഞത്? ഒരു സൂപ്പ്. ഓക്കെ, സെറ്റ്. അവിടം വരെ നീന്തി പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്പീഡിൽ പോകാം. അതോ ഡ്രോണുണ്ട്, ഡിസ്ട്രീറ്റ് അടിക്കാം അപ്ലൈ. ഓക്കെ, കറങ്ങിപ്പോകാൻ വരാൻ വഴിയുണ്ടോ നോക്കട്ടെ ഗൈസ്. കുറച്ച് ഫുഡ് കഴിച്ചു. കയ്യിലൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് നീന്തി പോവാം. ആരെങ്കിലും അടിക്കാൻ പെട്ടെന്ന് ആക്സ് എടുത്ത് അറ്റാക്കും ചെയ്യാം. അവിടെ ഈ ഏവിനും പംകിനും വെച്ച് ഉണ്ടാക്കിയിരിക്കുക. ഏബിലെടുത്തേക്കാൻ ഫോൾ ഡാമേജ് തരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഏബിൽ ഓക്കെ. ഞാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് സ്റ്റക്കായിപ്പോയി. ഞാനത് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നില്ല, എൻ്റെ കൈ അവിടെ നിന്ന് മാറിപ്പോയതായിരുന്നു. ഇരുട്ടാകാൻ പോവാണ്. ഗായ്സ്, നമ്മൾ ഒരു മെയിൻ കാര്യം മറന്നുപോയി. ക്രാഫ്റ്റിംഗ് ടേബിൾ. വാട്ടർ ബക്കറ്റ്. മൈൻക്രാഫ്റ്റിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് വാട്ടർ ബക്കറ്റ്. വാട്ടർ ബക്കറ്റ് കൈ തന്നെ വെച്ചേക്കാം. സൈഡിൽ വെള്ളം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓർമ്മ വന്നത് വാട്ടർ ബക്കറ്റിൻ്റെ. ഓക്കെ, ഹെയ്വേയിൽ എടുത്തേക്കാം. ഫുഡിന് ആവശ്യം വരും. കിട്ടത്തില്ല, വെള്ളം കളയേണ്ടി വരും ഞങ്ങൾക്ക് അതിന് പകരമായിട്ട്. ഒരു വുഡ് വെച്ച് എന്ത് ചെയ്യാനാ, കളഞ്ഞേക്കാം. ഓക്കെ, ഹേബേ കണക്റ്റായി.
ഓക്കേ, നമുക്കിനി നടക്കാം. ഓ, ഇനിയുണ്ട് ഹേബിൻ. അയൺ ഇവിടെ ഇല്ല. കോളങ്ങ് മൈൻഡ് ചെയ്താൽ മതിയായിരുന്നു. മടി കാരണം മൈൻഡ് ചെയ്തതിന്. ഓ, എനിക്ക് ഇതുപോലത്തെ വീഡിയോ നേരത്തെയും വേറെ വേൾഡിൽ കണ്ടിട്ടുണ്ട് പണ്ട്. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഇതായിട്ട് കാണാറുണ്ട് മിക്ക സമയവും. Campfire. ചാറ്റ് ഓപ്പൺ ചെയ്ത പ്രയോജനമൊന്നുമില്ല, പിന്നെന്താ. പോഷൻ ഓഫ് ഹീലിംഗ് ഇത് ആവശ്യം വരും. ബാക്കിയെല്ലാം വാട്ടറാണ്. മാപ്പ്. Such. Guys, ഞങ്ങളുടെ ഇത് വെറുതെ പോയി. പോഷൻ ഓഫ് ഹീലിംഗ് വെറുതെ പോയി ഗൈസ്. അറിയാതെ ഇത് കയ്യിലുണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നു. കുറച്ച് ഫുഡ് എടുത്ത് കൈ വെച്ചേക്കാം. എനിക്ക് ഉപകാരമുണ്ട്. ബേക്ഡ് പൊട്ടാറ്റോ. ഇതെന്തുവാ? പംകിൻ പൈ. വേണ്ട, ഇതൊക്കെ എടുത്ത് കൈ വെച്ചേക്കാം നമുക്ക്. റോസ് ആൽമോണ്ട് പകരം. ഇത്രയും പൊടി ഞാൻ ഇവിടെ കണ്ടില്ല. ഒരു ആപ്പായിട്ട് എന്ത് ചെയ്യാനാ? ബീച്ച് പൊട്ടറ്റോ എടുത്ത് കൈ വെച്ചിരിക്കാം ക്യാരറ്റിൻ്റെ പകരം. ഈ ആൻവിൽ കൈ കൊണ്ടുപോവാണെങ്കിൽ എല്ലാം ആക്സ് ഓഫ് ദ റൂളർ. Axe of the ruler. Made for the ruler. നല്ല പേരൊക്കെ ഞാൻ എന്തായാലും.
ഇതിന് പകരമായി കൊടുക്കേണ്ടി വരും. ഓക്കെ, ബെഡ്. മഷ്റൂം എന്ന് ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും രാത്രിയാകാറായോ? ഇല്ല, ഭാഗ്യം. ഇതിൻ്റെ ഇവിടെ അടുത്ത ഞാൻ വീട് പണിയാമെന്നാണ് എൻ്റെ നിഗമനം. നല്ല സ്ഥലവുമാണ്. ഒരു വില്ലേജർ ഹൗസ് കിട്ടിയാണെങ്കിൽ ഒരു വില്ലേജ് കിട്ടിയാണെങ്കിൽ സെറ്റായേനെ. ചാർക്കോൾ. നമുക്ക് ചാർക്കോൾ ഞങ്ങൾക്ക് വുഡൻ ആക്സൻ വയ്ക്കാം. നമുക്ക് വുഡൻ ആക്സൻ വയ്ക്കാം. ഗുഡ്, അതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇരുട്ടില്ല, രാത്രി ആയില്ല. രാത്രിയാവുന്നു ഇപ്പം. അത് ഞാൻ ബെഡൊക്കെ സൈഡിൽ വെച്ചിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം, ലോക്കി ക്രാഫ്റ്റിൽ പെട്ടെന്ന് രാത്രിയാവും, അതൊരു പ്രശ്നമാണ്. ഒരു വില്ലേജ് കിട്ടിയെങ്കിൽ ആ വില്ലേജിൻ്റെ അവിടെ ഞങ്ങൾക്ക് പണിയാമായിരുന്നു. അപ്പം ഗോളത്തിൻ്റെ സുരക്ഷയും കിട്ടും, സോംബീസിനെ ഒന്നും പേടിക്കണ്ട, ഫുഡ്സ് എല്ലാം അവിടെ കിട്ടിക്കോളും. പിന്നെ പതിയെ വളരാം. ഞാൻ ആദ്യമായിട്ട് ബീസിനെ കാണുന്നത്. 2 ബീസ്. എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഒരു പ്രായം കുറഞ്ഞ പിള്ളേരായിട്ടുള്ള ആൾക്കാരിപ്പോൾ എൻ്റെ വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എമറാൾഡ്, യെസ്, ഇപ്പോഴാണ് ഇത് വന്നത്. നമുക്കിത് എമറാൾഡ് ഒരു സ്റ്റൂവിൻ്റെ പകരം വയ്ക്കാം. ഫുഡിൻ്റെ എന്തെങ്കിലും ഇനി പ്രശ്നം വരത്തില്ല. ബാക്കിയൊന്നും എൻ്റെ പേരിലാണോ ഇത്? സ്ലൈം ബോളോ? ഞാൻ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ ആയിന്ന് ഓർത്തിരിക്കുക. കാരണം അതെങ്ങനെ ഇരിക്കുന്ന അറിയാം, ഇങ്ങനെയല്ല ഇരിക്കുന്നത്. പക്ഷേ ലോക്കി ക്രാഫ്റ്റിൽ വേറെ ഇതിലാണെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് നോക്കിയത്. ഓക്കെ ഓക്കെ, എൻ്റെ ബെഡ് ഓക്കെ ഉണ്ട്. പേടിച്ചു പോയി പെട്ടെന്ന്. വില്ലേജ്. കിട്ടി ഗൈസ്, അവസാനം ഒരു വില്ലേജ്. അല്ലല്ലോ,
ഗായ്സ് കണ്ടിട്ടൊരു വില്ലേജ് ഔട്ട് പോസ്റ്റ് പോലെയാണ്. കാരണം ലോക്കി ക്രാഫ്റ്റ് ഒരു വില്ലേജ് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോണില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓ കുറേ കൊതിച്ചു. വില്ലേജാണ് വെച്ചിട്ട് ആക്സ് ദ റൂളർ. വില്ലേജ് അത് കാണാതെ പോകാൻ പറ്റണേ. ഇനി പോയി വില്ലേജ് ഔട്ട് പോസ്റ്റിനാണോ നോക്കാമെന്ന് പോകുന്നില്ല. കാരണം ഇനി വില്ലേജ് ഔട്ട് പോസ്റ്റ് ആണെങ്കിൽ പിന്നെ പെട്ടു. മറ്റേ ആ വീട് അടുത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ വേറെ തെറ്റായ വഴിക്കാണ് വരുന്നത് തോന്നുന്നു. എൻ്റെ അറിവിൽ വെള്ളത്തിലുള്ള അത് ബ്രോൺസ് ആണ്. എൻ്റെ അറിവിലത്തെ ട്രിക്ക് ഫോറസ്റ്റ് ഏരിയ വില്ലേജ് കാണാൻ സാധ്യത കുറവാണ്. അതുമാത്രമല്ല ലോക്കി ക്രാഫ്റ്റ് വില്ലേജസ് ഒക്കെ റെയറാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇപ്പം രാത്രി ആയിരിക്കുവാണ്. നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പോവാം. ഇപ്പം സോംബീസ് വരുന്നില്ല, സോംബീസ് ക്രീപ്പേഴ്സ് സ്കെൽറ്റൻസ് ഒന്നും. അത് ഈ നോർമൽ മോഡ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഹാർഡ് നോക്കാൻ പോകുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ഒന്ന് ആർമർ സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ആ വില്ലേജ് ഔട്ട് പോസ്റ്റിലോട്ട് പോവുകയാണ്. അവിടെ എനിക്ക് നല്ല നല്ല സാധനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് പോകാമെന്ന് വെച്ചത്. ഓക്കെ, ഞാൻ കൊല്ലാൻ പോകുന്ന ആദ്യത്തെ മോൺസ്റ്റർ ഒരു സ്പൈഡർ ഐ അല്ല, സ്പൈഡർ ഐ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. സ്പൈഡർ ഐ എന്ന് നടക്കും. ഓക്കെ, ഞാനൊരു ബോ ഉണ്ടാക്കാമോ എന്ന് നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ചെസ്റ്റ് ഇല്ല. വെബ് കിട്ടിയില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും മാറ്റി കളയേണ്ടി വരും ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാൻ വേണ്ടി. എന്തായാലും പിന്നെ ഒരു ദിവസം നമുക്ക് ഇതൊക്കെ ചെയ്യാം. വേറെ എന്തെങ്കിലും കളയേണ്ടി വരും. ഈ വൂള് കളയാം. ഇവിടുന്ന് കറങ്ങി വരാം. വെള്ളത്തിൽ നീന്താൻ എനിക്ക് ബോട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും കറങ്ങേണ്ട. എനിക്ക് ബോട്ട് ഉണ്ടാക്കാമല്ലോ. ഞാൻ വെറുതെ ഇത്രയും കറങ്ങുന്നതിൻ്റെ ആവശ്യം എന്തുവാ? കറങ്ങുന്നതിൻ്റെ ആവശ്യം എന്തുവാ? ഷവൽ, boat.
ഇനി കളയാൻ എന്തൊക്കെ ചെയ്യണം ദൈവത്തിന് അറിയാം. ഇറങ്ങി പോടാ. എന്തൊക്കെ ചെയ്താലും പോകത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടുപ്പമാണ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇനിയും ഒരു സൂപ്പ് കളയണം. ഡേർട്ട് കിട്ടി. ഡേർട്ട് കയ്യിൽ വെക്കണം, കളയണം. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് എൻ്റെ ഐഡിയ? ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക്. ആദ്യം ബോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഷീൽഡ് ഉണ്ടാക്കാൻ എനിക്ക് ഇനി കുറച്ച് വുഡ് ആവശ്യമുണ്ട്. ഒരു 4 വുഡ്. ഇനിയും എനിക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാൻ സ്ഥലം വേണമല്ലേ? ഒന്നും വേസ്റ്റ് ആക്കണ്ട. തൽക്കാലം മാപ്പിന് പറഞ്ഞില്ല. മാപ്പ് എൻ്റെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പറ്റില്ല. ഇറങ്ങാൻ വഴിയുണ്ട് ഇവിടുന്ന്. കുഴിക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കുറച്ച് കഴിച്ചേക്കാം. ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇവിടെ നിന്നൊരു ചെറിയ വഴിയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓടി കണക്കാവുന്നതേ ഉള്ളൂ. വെറുതെ ഞാൻ കഷ്ടപ്പെട്ട് ഷവലൊക്കെ ഉണ്ടാക്കി കയറി. ഓക്കെ കോപ്പയായിരുന്നത്. ഞാൻ പെട്ടെന്ന് ഭയമാണ് ഓർത്തു. ഓക്കെ. വില്ലേജ് ഗായ്സ്, അങ്ങനെ അവസാനം ഇത്രയും കണ്ടപ്പനെൻ്റെ അവസാനം എനിക്കൊരു വില്ലേജ് കിട്ടി ഗായ്സ്. യെസ്, നന്നായി ഞാൻ മല കയറിയത്. മല കയറേണ്ടെന്ന് ഒരു വിഷയം ഓർത്തതായിരുന്നു. നന്നായി ഞാൻ ഈ മല കയറിയത്. ഗായ്സ്, അത് വില്ലേജർ ഔട്ട് പോസ്റ്റ് ആണോ? ഓക്കെ, I think വില്ലേജസ് ഉണ്ട് ഗൈസ്. പറയേണ്ട ആവശ്യമില്ല. ഞാനത് വില്ലേജസ് കാണത്തില്ല ഇത്തിരി അടുത്തായിരുന്നു. ഇത് പെർഫെക്റ്റ്. ഇത് നാച്ചുറലി ഇത് വന്ന് അറിയുമ്പോൾ ഒരു നെട്ടല്ല.
എല്ലാം ഡയമണ്ട്സ് എല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുമോ നോക്കാം. ആപ്പിൾ 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 ബ്ലാ ആവശ്യമില്ല. അത് അവിടെ തന്നെ സ്വന്തമായി ചാടി അത് ഡാമേജ് എടുത്തു. ഇനിയും ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വീടിൻ്റെ പണി തുടങ്ങാം. ഇവിടെ സ്മിത്ത് ഉണ്ട്. അവരുടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണിത്. അവിടെ എനിക്ക് വേണമെങ്കിൽ നല്ല ആർമർ ഇത് ഇട്ടേക്കാം. എത്ര പെട്ടെന്നാണ് ഇൻവെർട്ടറി ഫുൾ നിറഞ്ഞത്. ഇത് വന്നിട്ടേക്കാം. വീട്ടിലില്ല. തൽക്കാലം ഇതെൻ്റെ വീടായി കാണാം. ചായ് ബ്രോ നോക്കി ഗ്ലിച്ചായി തോന്നുന്നു. യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. പാതിരാത്രിയായി ആൻഡ് യു ക്യാൻ ഓൺലി സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഇനി ഇതിനകത്ത് സ്മിത്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. സാധാരണ മൈൻക്രാഫ്റ്റിലാണെങ്കിൽ സ്മിത്തിനെ കണ്ടാൽ അറിയാൻ പറ്റും. അതാണെങ്കിൽ മിക്കയും കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്. തൽക്കാലം ഞാൻ ഈ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതിനകത്തെടുത്ത് വെച്ചേക്കാം. ഓക്കെ ഒരു ഷവൽ ഉണ്ടാക്കാം എന്നാണ് എൻ്റെ നിഗമനം. കുറച്ചിതും പിന്നെ ഒരു ഷവൽ. ഓക്കെ, ഇവിടെ ഇല്ല. ഓക്കെ, ഓക്കെ. ഇതൊക്കെ ഇവിടെ വെച്ചേക്കാം.
ഓ, ഇതും കൂടി ഒന്ന് വെട്ടിയെടുത്ത് വയ്ക്കാം. ഷവല് വിട്ടിട്ട് പിന്നെ കൈ കൊണ്ട് ഓ, കൈയും ഷവലിനോട് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം സ്പീഡാണ്. ഓക്കേ, ഓക്കേ. ഓക്കേ, ഓ, നീ സൈഡിലോട്ടിരിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ പണി തീർത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ.